ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇപ്പോൾ നമ്മൾ UK പോകാനുള്ള തയ്യാറെടുപ്പായി. വെക്കേഷൻ തുടങ്ങുന്നതുകൊണ്ട് എല്ലാവരും ജോർജിയയിലോട്ടൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ജോർജിയയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല തണുപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ആക്സസറീസും അല്ലെങ്കിൽ ഡ്രസ്സും ഷൂസും ഇതൊക്കെ വാങ്ങുന്ന സ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും അത്ര പിടുത്തം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്, പക്ഷേ നമുക്കത് എവിടെയൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഡീകാത്ലോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറാണ്. അതായത് നമ്മളുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തെർമൽസും പിന്നെ ഷൂസും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ആക്സസറീസ് വാങ്ങാനുള്ള ഒരു വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡീകാത്ലോൺ എന്ന് പറയുന്നത് ദുബായ് മോളിലുണ്ട്, അതുപോലെ തന്നെ മിർദീഫ് സിറ്റി സെൻറ്ററിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മിർദീഫ് സിറ്റി സെൻറ്ററിലേക്കാണ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും യൂറോപ്പ് രാജ്യങ്ങളിലോ അല്ല തണുപ്പുള്ള രാജ്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ആക്സസറീസൊക്കെ വാങ്ങാം, അതിന് ഏകദേശം എത്ര രൂപയാണ്, ആ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റേ ട്യൂൺ. നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് പോയി, ഇൻക്ലൂഡിങ് നമ്മളുടെ നെസ്റ്റോ, ലുലു, പിന്നെ നമ്മളുടെ ഷാർജ സിറ്റി സെൻറ്റർ, അവിടെ ഒന്നും പോയിട്ട് ഈ പറയുന്ന കണക്കുള്ള ക്ലോത്തോ ജാക്കറ്റോ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഇവിടുത്തെ മിക്ക സ്റ്റോറുകളിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നല്ല ഓഫറിന് കിട്ടും. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് മാർക്ക് ആൻഡ് സ്പെൻസർ കണ്ട്, ഇപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഇത് കണ്ടില്ലേ, ഈ ഒരു കോട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, ഓവർ കോട്ട്. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. ഇതിൻ്റെ വില വരുന്നത് 349. ഈ ഒരു സാധനമൊക്കെ വേണം ഇൻ കേസ് സ്നോഫോളൊക്കെ വീഴുവാണെങ്കിൽ നമുക്കിത് ഉപയോഗപ്പെടും. ഈ കാണുന്ന തെർമൽസാണ്. തണ്ടേ 10 റംസ് അല്ല, വില താണ്ട ഇവിടെ എഴുതിയിരിക്കുന്നത് 99. ഇവിടെ ഇത്തിരി വിലയുണ്ട്. ഡീകാത്ലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലാത്തിനും നല്ല വിലയുണ്ട്, പക്ഷേ ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ദുബായ് മോളിൽ ഡീകാത്ലോനിൽ പോയതിനേക്കാൾ വില കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കയറിയ മാർക്സ് ആൻഡ് സ്പെൻസറിൽ. ഇവിടെ ഷൂ എക്സ്പ്രസ്സിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ചിലപ്പോൾ ഇവർക്കുള്ള ബൂട്ടോ ഷൂവോ ആണ് കിട്ടുമോ നോക്കാം. ഇത് ബൂട്ടാണ്, പക്ഷേ ആണോ? ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ആകെ ഉള്ളൊരു വാട്ടർ പ്രൂഫ് ഷൂ എന്ന് പറയുന്നത് ഇതാ 99. അല്ലാതെ കുട്ടികൾക്കുള്ള ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാര്യം അവിടെ സ്റ്റോക്കില്ല. അതുപോലെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഷൂസിനൊക്കെ സൈസ് ഇല്ല, എല്ലാവർക്കും ഇല്ല. ഇതാണ് മിർദീഫ് സിറ്റി സെൻറ്ററിലുള്ള ഡീകാത്ലോൺ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. എല്ലാ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ സ്പോർട്സ് ആക്സസറീസും തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ക്ലോത്ത്സും തെർമൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാം ഒരു ഒറ്റ കുടക്കീഴിൽ തന്നെ ലഭിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന സ്ഥലം ഇവിടെ എത്തി. ഇവിടെ ഈ കാണുന്നതെല്ലാം സ്നോയിൽ യൂസ് ചെയ്യുന്ന ബൂട്ട്സും ഒക്കെയാണ്. അതിന് തണ്ട 205 ആണ് ഇതിൻ്റെയൊക്കെ വില. തണ്ട ഇവിടെ 260 ഈ ടൈപ്പുള്ള പിന്നെ ബൂട്ട്സൊക്കെ കിട്ടും. പിന്നെ അവിടെ കാണുന്നത് തെർമൽസാണ്. തണ്ട ഇത് കുറച്ച് ഹാർഡാണ്. ഒരുപാട് -15 to -20 ഒക്കെ ഉള്ള സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുറച്ച് അധികം വാമായിപ്പോവും. പിന്നെ കുറച്ചുകൂടെ ബ്രീത്തിങ് ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് 110 രൂപയുള്ളൂ. പിന്നെ 85 ദിർഹംസ് ഇതിനൊക്കെ. പിന്നെ അടുത്തത് നമുക്കിതിൻ്റെ സോക്സ്, ലോങ് സോക്സ് നോക്കുകയാണെങ്കിൽ അതിന് 59 ആണ്. 2 സെറ്റ്സ്, 2 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ബ്ലൂ, പിന്നുള്ളത് നമ്മളുടെ ഈ വൈറ്റ്. പിന്നെ ജാക്കറ്റ്സ് നമുക്കിവിടെ കിട്ടും. 255 മുതൽ അല്ലെങ്കിൽ 165 മുതൽ അങ്ങോട്ടേക്കുണ്ട്. ഇവിടെ കാണുന്നത് 265 ആണ്. 440 ഉണ്ട്, 530 ഉണ്ട്. അങ്ങനെ നമ്മളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ സാധനങ്ങൾ
ഇവിടെ നെക്ക് വാമറുണ്ട് 29 ഈ ഒരു സംഭവം. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇതിന് എത്രയാണ് 29. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ട് ഈ ടൈപ്പ് അതിന് 89 ആണ്. ജാക്കറ്റിൻ്റെ കൂടെ ഇടാനുള്ള പാൻസ് അത് ദണ്ട് ഇതാണ് 165 ആണ്. അത് തന്നെ 3-4 കാറ്റഗറീസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ വില എത്രയാണെന്ന് കാണുന്നില്ല, പക്ഷേ ഇതിൻ്റെ വില 165 ആണ്. നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ്. അതിനകത്ത് കണ്ട ഈ പറയുന്ന പോലെ തെർമൽസും സംഭവമൊക്കെ ഉള്ളതാണ്. വാമായിട്ടിരിക്കും നമ്മൾ മാക്സിമം. നന്ദൂട്ടിക്ക് ആദികുട്ടനും ഇതുപോലെ 2 ബൂട്ട് വാങ്ങി. അതും ഈ പറയുന്ന പോലെ അതാണ്ട് സ്നോ കോണ്ടാക്റ്റ് ഉള്ളതാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ കുറച്ച് തെർമൽസ്, നെക്ക് വാമർ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പം ഈ ഷൂവിൻ്റെ വില 260, ഇതിൻ്റെ വില 150 അല്ലേ, 150 അല്ലേ, 150. ഇത് ഒരെണ്ണം 29 ദിറംസ് ഉണ്ട്. ഇത് ഒരെണ്ണം, അങ്ങനെ 4 എണ്ണം മേടിച്ചു. അങ്ങനെ ആ സാധനങ്ങളെല്ലാം വാങ്ങിയെങ്കിലും ഇനിയും പിന്നെ ജാക്കറ്റ് വാങ്ങിയിട്ടില്ല. ജാക്കറ്റ് ഇവിടുന്നല്ല, നമ്മൾ മാക്സിൽ ഒന്നുകൂടെ ഒന്ന് കയറി നോക്കുകയാണ്. ഇവിടെ ഉള്ള ജാക്കറ്റുകളെല്ലാം നല്ല എക്സ്പെൻസാണ്. 300 സംതിങ് വരും നമ്മൾ ഉദ്ദേശിക്കുന്ന ജാക്കറ്റിന്. ഇവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ഇനി അടുത്തത് മാക്സിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിന് 185 ഉള്ളൂ. ഇതുപോലൊരു സാധനം അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ ഭയങ്കര പൈസ. ഒരെണ്ണം അങ്ങനെ സെലക്ട് ചെയ്തു, ഇതാ വരിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആദികുട്ടന് വേണ്ടി ജാക്കറ്റ് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഏകദേശം നമ്മൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500ഓളം ദിർഹംസാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ 1-2 ജോഡി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ബൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് നമ്മൾ ഡീകാത്തലോണിൽ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഈ ജാക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ മാക്സിലും പിന്നെ അതിന് തൊട്ടടുത്ത സെൻറ്റർ പോയിൻറ്റിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു തെർമൽസും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആകെ ഈ ഒരു ട്രിപ്പിന് വേണ്ടി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീണ്ടും നമ്മളുടെ നല്ല വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.